ആണെന്ന് തോന്നുന്നു. ആ ഇത് റോള്, റോയോ? റെയിൻബോ റോൾ ആ കേക്ക്. റെയിൻബോ. ആ റെയിൻബോ റോ ഇത് കേക്ക് അല്ലേ? എള്ള, പക്ഷെ അതെന്താന്ന് അറിയത്തില്ല. എന്താന്നറിയില്ല. കണ്ടിട്ടല്ലേ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക്. അടിപൊളിയായിട്ടാ സെറ്റ് ഞാൻ ചെയ്തേട്ടോ. ഇതുവരെ ഇവിടെ കാണാത്തൊരു ബണ്ണ്, അത് കണ്ടോ? ഇവിടെ ഏത് ഒരു മാളിലും കണ്ടിട്ടില്ല അല്ലേ ഇതുപോലൊക്കെ നമ്മള് സെറ്റ് ചെയ്ത് കൂടുതല് വെച്ചിട്ടുണ്ട് ബണ്ണ് കാര്യങ്ങളൊക്കെ. വെളിയിലുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ അവര് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കുന്ന കണ്ടിട്ടുണ്ട്, ആ സാധനല്ലേ. വ്ളോഗിലൊക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അല്ല ഇതുപോലെ ഡിസ്പ്ലേ ഇട്ടേക്കുന്നുണ്ടോ അത് ഈ സാധനം? ഇത്രയാണ് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ ആണ്, പക്ഷെ അത് ഡിസ്പ്ലേ പോലെ വെച്ചേക്കാണ്. ആ ആ മനസ്സിലായില്ലേ? ആ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ആ ആ. അത് വേറെ മാളൊന്നും നമ്മളിവിടെ ബാംഗ്ലൂർ കണ്ടിട്ടില്ല. മലയാളികളുടെയാന്ന് ഇത് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നു മലയാളികളുടെ ആകുമ്പോൾ അതൊന്നും അവർ മലയാളികൾ അകത്ത് കേൾക്കണം പറഞ്ഞു. നല്ല വെറൈറ്റി. ഒരു ദിവസം ഓപ്പൺ ആയിട്ട് വരണം അവിടെ അല്ലേ? അതെ അതെ, ഓപ്പൺ ആയിട്ട് വരണം. എല്ലാം നല്ല ഫ്രഷ് സാധനം, നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ. തോന്നുന്നു ഈ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളീസിൻ്റെ കേട്ടോ. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ മലയാളം ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ മലയാളീസ് അത് സെറ്റ് ചെയ്യടാ ഇത് സെറ്റ് ചെയ്യടാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിത് ഫുള്ള് മലയാളീസിൻ്റെ ആകുന്നുണ്ട് ഈ ഏരിയ കണ്ടോ. ഫുള്ള് എല്ലാവരും വർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പക്ഷേ വർക്ക് ചെയ്യാനുള്ള പരിപാടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മലയാളീസിൻ്റെ കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് മലയാളീസ് എടുത്തേക്കാണ് കണ്ടോ. ഫുള്ള് വർക്ക് നടക്കുന്നുള്ളൂ, എല്ലാം സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ നിൽക്കുന്ന ഫുള്ള് സ്റ്റാഫാണ് കേട്ടോ ഇവിടുത്തെ. എല്ലാവരും ആ താഴെ ഇരുന്നു, അതേപോലെ തന്നെ സൈഡിലിരുന്നു ഒക്കെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇപ്പോൾ നാളെ ഇതെല്ലാം അടിപൊളിയായിരിക്കും. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് നാളെ കയറി പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കണ്ടോ. നിങ്ങൾ ഈ മാളി വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിക്കോ. ലോയൽ വേൾഡ് മാർക്കറ്റ് ഇത് ഫുള്ള് മലയാളീസിൻ്റെ കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് മലയാളീസിൻ്റെ. വേറെ എങ്ങും പോയാലും നിങ്ങൾ ബേക്കറിയിൽ പോകണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റം, ഒരുപാട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അത് ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, വേറെ എങ്ങോന്നും കൊണ്ടുവരുന്നതല്ല. ഇവിടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. സോ അതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നാളെ വന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവിടെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും കേട്ടോ, ഉറപ്പായിട്ടും. കാരണം ആ ഒരു ചേട്ടനാണ് നമ്മുടെ അകത്തോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ പുള്ളി മലയാളി. എൻ്റെ ടീഷർട്ട് കണ്ടിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. വേറെ ആരെയും കയറ്റി വിട്ടിട്ടില്ല. സോ അതെന്തെല്ലാം നന്നായി, മലയാളി ആയതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഓ ഇത് കണ്ടോ, ഫുൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കേട്ടോ. എൻ്റെ മോനെ ഇത് കണ്ടോ, എന്താ രസം അല്ലേ. ഇവിടെ ആ ചോദിച്ചേക്കുന്നേ സാധനം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. അവിടെ ഡിസ്പ്ലേക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിയാനോയാണ്, വലിയൊരു പിയാനോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓ അല്ല കേട്ടോ, ഇത് പിയാനോയാണ്, പക്ഷേ ഇവിടെ പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലേ. കന്നഡയിൽ സംസാരിച്ചവരോട് ആ ಸಂಸಾರಿಗೆ ಎಂದ ഇവിടെ ಪ್ರೋಗ್ರಾಮ್ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ಅಣ್ಣ ಇಲ್ಲಿ ಪ್ರೋಗ್ರಾಮ್ ಇದ್ರಾ? ಪ್ರೋಗ್ರಾಮ್ ಇದೆ ಇಲ್ಲಿ. ಯಾವಾಗ? ಅವಾಗಲೇ 2 ಕಾಲ್ಗೆ ಅಂದ್ರು, ಮತ್ತೆ ಬಂದೋದ್ರು. ಹಲೋ കൊണ്ടേട്ടായി കൊണ്ട് പരിപാടി ഉണ്ട്. ഉണ്ടോ? എന്തോ അതിനു വേണ്ടി ഒരു മ്യൂസിക് ആയിരിക്കും അതിന്റെ. സംഭവം ഇൻസ്ട്രുമെന്റ് ആണ്. എന്തോ ഇവിടെ പ്രോഗ്രാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും. പിന്നെ ഇതിന്റെ മണ്ടാശം കണ്ടോ, കണ്ടോ ഡിസൈനാ. ഏതോ സെലിബ്രേറ്റ് വരുന്നുണ്ട്, അവരുടെ പേര് ഇവർക്കും അറിയത്തില്ല. ആണോ? പരിപാടി ഉണ്ട്. സോ പ്രോഗ്രാമിന് ഏതോ സെലിബ്രിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയാൻ ആർക്കറിയാം. വന്നാൽ നമുക്ക് കാണാം. അതിനു മുമ്പേ നമുക്കൊന്ന് പോയി എല്ലായിടവും. അതെ അതെ, സെലിബ്രിറ്റിയെ കാണുന്നതിന് മുമ്പ് മാള് ഫുള്ളായിട്ടൊന്ന് കാണട്ടെ. ഇവിടെ ചായൂസിന്റെ വലിയൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 10 കിലോമീറ്ററിൽ നടക്കുമായിരിക്കും അല്ലേ? ഇത് മാളോ? 4 ഫ്ലോറോ 5 ഫ്ലോറോ ഉണ്ട്. അതെ, ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ പകുതി പോലും ആയില്ല. ഇവിടെയും കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കഫേ കേട്ടോ. സോ ഇവിടെ ഇംഗ്ലീഷിലില്ല, കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് കഫേ ആണെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം നൈസായിട്ടുണ്ട്. ഫുള്ള് പോർച്ച് ലുക്കിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കഫേ കോഫിയുടെ ആണോ? തോന്നുന്നു. എനിക്കും തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്ന ഒരു. ആണോ? ഇതും തേർഡ് കോഫിയുടെ ഇതും തേർഡ് കോഫിയുടെ ഏതോ കഫയാണെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ടോപ്പ് കൊള്ളാം കേട്ടോ. ടോപ്പിൽ പല സ്ഥലത്തായിട്ട് പല ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്.
ഡേവ് കോഫിയുടെ തന്നെ കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. സോ അവരുടെ തന്നെ ഇന്ന് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡേവ് കോഫിയിൽ. എല്ലാ ഷോപ്പിലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇന്ന് ഓപ്പണിംഗ് ആണ്. ഇനി ശനി ഞായറും ഉണ്ടല്ലോ. ശനി ഞായർ എന്തായാലും ഇവിടെ പ്രോഗ്രാം കാണും. അതുപോലെ തന്നെ ഓഫർ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഉണ്ടോ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കഴിക്കാം.